ഒരു നല്ല കാര്യം നടക്കില്ലേ അമ്മാവന്, നമ്മളൊക്കെ വേണ്ടേ? ഞാനാണ് കർഷകൻ, എന്നെയാണ് ഇന്റർവ്യൂ ചെയ്യണത്. അതിനകത്ത് അമ്മാവൻ്റെ മരുമോനെന്ന ഒരാൾ കൂടെ ഉണ്ടായിക്കോട്ടെ, നല്ലതല്ലേ? നമ്മളൊരു എന്നെ പോലെ ഒരു പ്രമുഖൻ കൂടെ ഉള്ളത് നല്ലതല്ലേ? ഓ, അപ്പൊ കനകൻ എന്താ വരാഞ്ഞ്? അവനില്ലെങ്കിൽ അമ്മാവൻ്റെ കാര്യത്തിൽ പണ്ടേ താല്പര്യമൊന്നുമില്ല, കാണുമ്പോഴുള്ളൊരു സ്നേഹപ്രകടനമേ ഉള്ളൂ അമ്മാവ. എനിക്കങ്ങനെയല്ല. അതൊന്നല്ല, അവന് വിവരമുണ്ട്. ഇതൊക്കെയാണ് ഞാൻ വന്നില്ലെങ്കിൽ അമ്മാവ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. അമ്മാവ ഇത് എന്ത് കർഷകനെ നോക്കും, അവിടെ നിൽക്കണുണ്ട്, അതാണ് കർഷകൻ. അതുപോലെ ഒറ്റമുണ്ട് കൊടുത്ത് നിൽക്കണം ഞാൻ ഇന്റർവ്യൂവിന്. പിന്നല്ലാണ്ട് ഇതെന്താണ്? ഇത് മാല എടുത്ത് പുറത്തിട്ട് കയ്യിൽ മറ്റേ ചങ്ങലയും ഇട്ട് ജുബയും ഇട്ട് ഇതേതോ ബൂർഷ മുതലാളി നിൽക്കും പോലെ ഉണ്ട്. അമ്മാവ് നിൽക്കേണ്ടത് ഒരു കൈമുണ്ടും ഒരു ബനിയനും തലയിൽ ഒരു കെട്ടും കെട്ടി സത്യമാഷൊക്കെ പഴയ സിനിമയിൽ നിൽക്കില്ലേ പാടത്ത്, അതുപോലെ നിൽക്കണം. ഇതേ നാട് മുഴുവൻ കാണേണ്ടതാ, മനസ്സിലായി? ഇന്റർവ്യൂവിൽ ഇത് കാണുമ്പോൾ ഒരു പളവളപ്പുണ്ടാവണം, അല്ലാണ്ട് അതിൽ ഈ വേഷം കെട്ടി അഭിനയിക്കണ പോലെ നിൽക്കലല്ല വേണ്ടത്. കാപ്പിയിലെ കുടിച്ചോ? ഇതാണ് ചിരത്തോട്ടം. നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങും. പിന്നെന്താ? അപ്പോൾ ഇതിൽ ആക്ച്വലി ആരാ ഇതിന്റെ ഓണർ, മുതലാളി? ഇതിപ്പോ അങ്ങനെയില്ല, ഇത് ഞങ്ങളൊരു കുടുംബമായിട്ട് ഒരു നടത്തുന്ന ഒരു പരിപാടിയാണ്. ആര് പറഞ്ഞു ഇത് കുടുംബമായി നടത്തണമെന്നല്ല? ഇത് ഞാൻ ഒറ്റയ്ക്ക് നടത്തണതാണ്. എൻ്റെ ചീരത്തോട്ടാണത്. എൻ്റെ പേര് ഗിരിരാജൻ. ഇവിടെ ആരോട് ചോദിച്ചാലും പറയും ഗിരിരാജന്റെ ചീരത്തോട്ടാണ്. എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഞാൻ മരുമോനിലേക്ക് അമ്മാവൻ എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ആ പച്ചച്ചീര നട്ടയ്ക്കണത് ഞാൻ പറഞ്ഞിട്ടാണ്. പച്ചച്ചീരയ്ക്ക് നല്ല ഡിമാൻഡാണ്. ആര് പറഞ്ഞിട്ട്? ഞാൻ എന്തിനു ഇവരോടൊക്കെ ചോദിക്കണം? കൃഷിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അരച്ചു കുടിച്ചിട്ടുള്ള ഒരു കർഷകനാണ് ഞാൻ. പിന്നെ ഈ പച്ചച്ചീരയ്ക്ക് ഡിമാൻഡ് ഇടുന്ന എന്നോട് ആരാ പറഞ്ഞു? ഒരു ഡിമാൻഡും ഇല്ല, അതുകൊണ്ടല്ലേ അതിങ്ങനെ കാട് പിടിച്ചിരിക്കണം. ഇവിടെ ചുമന്ന ചീരക്കാണ് ഡിമാൻഡ്. ഇവരോടൊന്നും ചോദിക്കരുത്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. അല്ല, അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇവിടെ വേണ്ട, ഇതണ്ട അവിടെ ചുമന്ന ചീര, കുറച്ചുകൂടി ഭംഗിയുള്ള സ്ഥലം അവിടെ, നമുക്ക് അവിടെ വെച്ചെടുത്താലോ? ആയിക്കോട്ടെ. ഗിരിരാജൻ സാർ, ഈ കൃഷി ഇത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം അതെന്താണ്? ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞാൻ കർഷകനാണ്. പിന്നെ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം ചേർത്തിട്ടുള്ള പച്ചക്കറികളാണല്ലോ വരുന്നത്. അതെ അതെ. അപ്പം നമ്മുടെ ഈ വിലഭൂഷ്ടമായ മണ്ണിലെ നല്ല പച്ചക്കറികൾ നമുക്ക് ചെയ്യാം. ജൈവ പച്ചക്കറി നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. മാത്രമല്ല ഈ സർക്കാർ ചേട്ടാ ഒന്ന് അങ്ങോട്ട് നമ്മുടെ ഇതാണല്ലോ വാസ്തവമായിട്ടുള്ള കാര്യം. കർഷകനായി എന്നോടാണ് ചോദിക്കണെന്ന് പറഞ്ഞില്ലേ ക്ലീറ്റോ? കർഷകന്റെ അടുത്താണ് നമുക്ക് കൂടുതൽ ചോദിക്കാനുള്ളത്. നീ ഇടയിൽ കയറില്ല, അങ്ങോട്ട് മാറിക്കുക. അവര് പറയുന്നത് കേട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ശരി ശരി, ഇടയിൽ കയറാൻ മതി, അങ്ങോട്ട് മാറി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഒരു സ്വകാര്യം പറയാനാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഇൻ്റർവ്യൂ ഇത് നിങ്ങളുടെ ചാനലിലൂടെ ഇട്ട് ആൾക്കാരെ കാണിച്ചാൽ നിങ്ങളൊരു സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്, വഞ്ചനയാണ്. അയ്യോ എന്താ? ഇങ്ങേരുണ്ടല്ലോ ലോക കള്ളനാണ്. എൻ്റെ അമ്മാവനൊക്കെ ശരി തന്നെ. അയാൾ കർഷകനും കൃഷിക്കാരനൊന്നുമല്ല. ഈ സ്ഥലം അയാൾ ആരെയെന്ന പാട്ടത് യഥാർത്ഥ കർഷകന് അയാൾ ഇതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് സ്ഥിരം കള്ള് വാങ്ങിച്ചു കൊടുത്ത് അവനെ ഒതുക്കി ഒരിടത്ത് ഇട്ടിട്ട് ഇങ്ങേരിതങ്ങ് ഏറ്റെടുത്ത് ആൾക്കാരെ വെച്ച് കൃഷി ചെയ്യിക്കണേണിത്. അല്ലാതെ ഇയാൾ കുനിഞ്ഞ് നിന്നിട്ട് ഒരു കുപ്പ എടുക്കുകയല്ല. ഈ ഇവിടെ അയാളുടെ ഒരു അധ്വാനവും ഇല്ല. ഗിരിരാജൻ സാർ, ഈ സാറ് അങ്ങനെ ഇട്ടുന്ന വേഷം കണ്ട കർഷകൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇതൊക്കെ ഈ പാടത്ത് പണിയെടുക്കണതിൻ്റെ വേഷം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണിക്കാതിരിക്കണം, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇതെന്താണ്? കംപ്ലീറ്റ് വിഷമാണ് ഈ ചീര. ഇത് തിന്ന ആളുകൾക്ക് ഞാൻ പറയില്ലേ, കേരളം ഒരു വലിയ രോഗത്തെ നേരിടും. അതിൽ നിങ്ങളും പങ്കാവും. അതുകൊണ്ട് ഇത് കാണിക്കരുത് ആളുകളെ, കേട്ടോ? ഇയാൾ ഉടായ്പ എന്ന് പറഞ്ഞാൽ ലോക ഉടായ്പിൻ്റെ അങ്ങേയറ്റമാണ്. ഇയാൾക്ക് കൃഷിക്കാരുടെ ഒരു മാങ്ങാത്തൊലി പറഞ്ഞൂടാ, ചുമ്മാ നിങ്ങളെ പറ്റിക്കുന്നതാണ്. അവിടെ ഞാൻ പറയണത് ഇത് നിർത്തിയിട്ട് നിങ്ങൾ പോകാൻ നോക്ക്, ഇത് കാണിക്കണ്ട. പിന്നെ അങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എല്ലായിടത്തും എല്ലാം വരുമെന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്ക്, കേട്ടോ? കർഷകൻ